സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ പ്ലെയർ KCL വരുമ്പോൾ തന്നെ അതിൽ ഓൾറെഡി ഒരു വൈബ് മാറിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഭവം കളിയിലോട്ട് വരാറില്ല. നോർമലി നമ്മൾ കളിച്ചിട്ടും ഒരു 10-12 വർഷം മിനിമം ആയിട്ടുണ്ടാവും. ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരുമിച്ച് കളിക്കാൻ പോകുന്നത്. എന്തായാലും അതിൻ്റെ ഒരു എഫക്റ്റ് ഗ്രൗണ്ടിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് നല്ല വിശ്വാസമുണ്ട്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് KCL ചരിത്രത്തിൽ തന്നെ ഒരു റെക്കോർഡ് എമൗണ്ടിന് നമ്മൾ സഞ്ജു സാംസണെ നമ്മുടെ ടീമിലെത്തിക്കാനായിട്ട് നമുക്ക് പറ്റി. ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഗെയിം പൊതുവേ ഇഷ്ടമാണ്. അതിൽ എല്ലാം ചെയ്യുന്ന എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യുന്ന ആൾക്കാരെ പ്ലെയേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഒരാൾ ക്യാപ്റ്റൻ കൂളാണോ ക്യാപ്റ്റൻ അഗ്രസീവ് ആണോ അറിയില്ല, കണ്ടുപിടിക്കേണ്ടി വരും. ഇനി അത് കാണാൻ പോകുന്നത്. ഹലോ ബ്ലൂ ടൈഗേഴ്സ്, നമ്മുടെ കൂടെ ഇത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ക്യാപ്റ്റൻ സാലി സാംസണാണുള്ളത്. സാലി, ആദ്യമായി തന്നെ പറയട്ടെ, നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ T20 ഫോർമാറ്റിൽ നമ്മുടെ ക്രിക്കറ്റ് മാമാങ്കം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുപോലെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ സാലിയെ തിരഞ്ഞെടുത്തു. അതിലേറെ അഭിമാനം കൊള്ളുന്ന നിമിഷമായിരിക്കും ഇപ്പോൾ. സോ വാട്ട് യു ഫീൽ നോ? ഈ ബിസി ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും സാലി, എങ്ങനെ ഇത് മാനേജ് ചെയ്ത് പോകുന്നത്? വളരെ സന്തോഷം തന്നെയാണ് രണ്ടാമത്തെ സീസൺ കളിക്കാൻ പറ്റുന്നതും. അതും ഒരു നല്ലൊരു റെസ്പോൺസിബിലിറ്റീൻ്റെ കൂടെ കളിക്കാൻ പറ്റുന്നത് ഒരു വേറെ ഫീൽ തന്നെയാണ്. വളരെയധികം സന്തോഷമുണ്ട്. 2 സീസൺ ഇപ്പോഴത്തെ സീസൺ എനിക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോഴുള്ള മാനേജ്മെൻറ്റ് എല്ലാവരും ഏകദേശം ഒരുമിച്ച് കളിച്ച സീനിയേഴ്സ് ആണെങ്കിൽ പോലും ഒരുമിച്ച് കളിച്ചവരാണ്, പരിചയമുള്ളവരാണ്. അവർക്ക് അവരുടേതായ ഒരു വൈബുണ്ട്. എല്ലാവരും ഒരേ വൈബിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ടീമിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ വ്യത്യാസം വേറെയും കൂടെ പറയാനുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സുഭാഷ് ഭായിയും പുതിയൊരു മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു എൻവയൺമെൻറ്റാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതെന്തായാലും അതിൻ്റെ ഒരു എഫക്റ്റ് ഗ്രൗണ്ടിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് നല്ല വിശ്വാസമുണ്ട്. നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ 2nd സീസൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആസ് എ പ്ലെയർ എന്നുള്ള ഫസ്റ്റ് സീസണിൽ നമ്മൾ സാലി കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ 2nd സീസണിൽ സാലി ആസ് എ ക്യാപ്റ്റൻ നമ്മുടെ കൂടെ ഉണ്ട്. എന്തൊക്കെ അനാലിസിസ് ആയിരിക്കും സാലി ആസ് എ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും സാലി കൊണ്ടുവരാൻ പോകുന്നത്? ആസ് എ ക്യാപ്റ്റൻ മാത്രമൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല. ആസ് എ കോർ ഗ്രൂപ്പ് നമ്മുടെ കോച്ചിങ് മാനേജ്മെൻ്റ് ആയാലും പുതിയ മാനേജ്മെൻറ്റാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്നൊരു നല്ലൊരു എൻവയൺമെൻ്റ് ആയാലും പുതിയ എത്തിക്സ് ആയാലും കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴേന്നും സ്റ്റാർട്ടിങ് ഓഫ് സീസൺ ഇപ്പോൾ തന്നെ 2-3 ക്യാമ്പ് കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മെയിൻലി ഈ കോച്ചിങ് സ്റ്റാഫും വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. പുതിയ ഒരു കോച്ചിങ് സ്റ്റാഫ് കിട്ടിയത് തന്നെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ആസ് എ ഹോൾ യൂണിറ്റ് എന്തായാലും ചേഞ്ചസ് ഉണ്ടാവും. ഒരു പോസിറ്റീവ് ചേഞ്ചസ് തന്നെ പ്രതീക്ഷിക്കാം നമുക്ക്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് KCL ചരിത്രത്തിൽ തന്നെ ഒരു റെക്കോർഡ് എമൗണ്ടിന് നമ്മൾ സഞ്ജു സാംസണെ നമ്മുടെ ടീമിലെത്തിക്കാനായിട്ട് നമുക്ക് പറ്റി. അതുപോലെ സാലിനെ പോലുള്ള ഒരു പ്ലെയറെ നമ്മൾ ക്യാപ്റ്റനാക്കാനും സഞ്ജുവിനെ നമ്മൾ വൈസ് ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാനും പറ്റി. സോ വാട്ട് യു ഫീൽ ദറ്റ്? നിങ്ങളെ ഒരു ബ്രദർഹുഡ് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? പല പ്രാവശ്യം സഞ്ജു പറഞ്ഞിട്ടുള്ളതാണ് ഇൻ്റർവ്യൂസിൽ. ഇൻസ്പിറേഷൻ എന്ന് പറയാൻ നമ്മൾ വളരെ ചെറിയ പ്രായത്തിലാണ് തുടങ്ങിയിട്ടുള്ളത് കളി. അച്ഛൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. നമ്മളെ ക്രിക്കറ്റിൽ കൊണ്ടുവന്നതും അച്ഛൻ തന്നെയാണ്. ഇൻസ്പിറേഷൻ എന്ന് പറയാൻ അച്ഛൻ തന്നെയാണ് എല്ലാം തുടങ്ങി വച്ചു തന്നത്. അപ്പോൾ വലുതാവുന്നവരെ കേരള ക്രിക്കറ്റ് എത്തുന്നവരെ മൊത്തത്തിൽ A to Z സപ്പോർട്ടും പ്രോത്സാഹനവും എല്ലാം അച്ഛൻ തന്നെയാണ്. അച്ഛൻ മാത്രമൊന്നും പറയാൻ പറ്റത്തില്ല. ഓൺ ദ ഫീൽഡ് അച്ഛനാണ്. ബട്ട് ആസ് എ ഹോൾ അച്ഛനും അമ്മയും രണ്ടുപേരും ഈക്വലി റെസ്പോൺസിബിൾ ആണെന്നാണ്. സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ പ്ലെയർ KCL വരുമ്പോൾ തന്നെ അതിൽ ഓൾറെഡി ഒരു വൈബ് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊച്ചി ടീമിലും കൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ പ്ലേയേഴ്സും ജംഗ്ഷൻ കൊച്ചി ടീം മാത്രമല്ല എല്ലാവർക്കും ഓൾറെഡി സഞ്ജു നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ഫ്രാഞ്ചൈസി മോഡൽ ക്രിക്കറ്റിൽ ഫസ്റ്റ് ടൈം 2 ബ്രദേഴ്സ് ഒരുമിച്ച് കളിക്കുന്നു. സഞ്ജു ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു ആദ്യത്തെ ലീഗ് ഇത് ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈമാണ്. സോ എന്താണ് നിങ്ങൾ കളിക്കളത്തിൽ നിങ്ങളുടെ ആ ബ്രദർഹുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ എന്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? ഒരു അഗ്രസീവ് ക്രിക്കറ്റാണോ അതോ ഒരു ക്യാപ്റ്റൻ കൂൾ എന്ന രീതിയിലാണോ? അങ്ങനെ ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഭവം കളിയിലോട്ട് വരാറില്ല. നോർമലി നമ്മൾ കളിച്ചിട്ടും ഒരു 10-12 വർഷം മിനിമം ആയിട്ടുണ്ടാവും. ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരുമിച്ച് കളിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എന്താണ് ഡിഫറൻസ്? നോർമലി നമുക്ക് ഒരുമിച്ച് കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിൽ ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഭവം ഗ്രൗണ്ടിലോട്ട് വരാറില്ല. അതിനേക്കാൾ മുകളിൽ സന്തോഷം കുറച്ച് കൂടുതൽ ഉണ്ടാവാറുണ്ട്. എക്സൈറ്റഡ് ആണ്. ക്രിക്കറ്റിൽ സാലിയുടെ ഒരു ഐഡൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഐഡലായിട്ടില്ല. എനിക്ക് അങ്ങനെ ഐഡലായിട്ട് പറയാൻ അങ്ങനെ ആരുമില്ല. പക്ഷേ
ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഗെയിം പൊതുവേ ഇഷ്ടമാണ്. അതിൽ എല്ലാം ചെയ്യുന്ന എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യുന്ന ആൾക്കാരെ പ്ലെയേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഒരാൾ ഗ്ലെൻ ഫിലിപ്സാണ്. എന്തുകൊണ്ടാണ് ഗ്ലെൻ ഫിലിപ്സിന് അത്ര എല്ലാം ചെയ്യുന്നുണ്ട്. വിക്കറ്റ് കീപ്പിംഗ് ആയാലും വിക്കറ്റ് ഓൾറൗണ്ടർ എന്ന് പറഞ്ഞാൽ അതൊരു നോർമൽ ഓൾറൗണ്ടർ എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു പ്രോപ്പർ ഓൾറൗണ്ടർ. വിക്കറ്റ് കീപ്പിംഗ് ചെയ്യും, എല്ലാവർക്കും അറിയാം, ബാറ്റിംഗ് ചെയ്യും, ബോളിംഗ് ചെയ്യും. അപ്പോൾ ഒരു ഓൾറൗണ്ടറെയാണ് സാലി ടീമിലേക്ക് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ടീമിലേക്കല്ല, ആസ് എ പ്ലെയർ എനിക്ക് ഇഷ്ടം ഓൾറൗണ്ടേഴ്സിനാണ്. അത്ര അല്ല, ടീമിൽ ഇപ്പോൾ എല്ലാവരും വേണമല്ലോ. അപ്പോൾ നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ സെക്കൻഡ് സീസൺ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തല്ലോ, എന്തൊരു ഫീൽ? അത് അഗ്രസീവ് ക്യാമ്പായിട്ടാണോ? ക്യാമ്പ് വളരെ കാമാണ്, ഭയങ്കര കാം അറ്റ്മോസ്ഫിയറാണ്. പക്ഷേ ഇൻറ്റൻസ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഷോർട്ട് ആയ പോലും ഇൻറ്റൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്യാമ്പാണ്. ഒരു ഗെയിമിലേക്ക് പോകുമ്പോൾ ഫിസിക്കലി നിങ്ങൾ കുറച്ചുകൂടെ ഗ്രൗണ്ടിലും പ്രിപ്പറേഷൻ നടത്തും. എന്തൊക്കെയാണ് മെൻ്റൽ പ്രിപ്പറേഷൻസ്? ഇപ്പോൾ മേ ബി ചിലപ്പോൾ കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കുക, ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക, അതൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണ് സാലിയുടെ ഒരു കൂളിംഗ് ഡൗൺ മെത്തേഡ്സ്? എങ്ങനെയാണ് നോർമലി നമ്മൾ ഇരിക്കുക? ഇപ്പോൾ മാച്ചിലായാലും ക്യാരക്ടർ മാറുന്നില്ലല്ലോ. നോർമലി എങ്ങനെ ഇരിക്കാൻ നോക്കുക, അങ്ങനെ തന്നെ മാച്ചിലും പോവാം. ഇപ്പോൾ നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ സെക്കൻഡ് സീസൺ ക്യാമ്പിൽ നമ്മുടെ ATR എന്നറിയപ്പെടുന്ന രാജാ സാറ് ജോയിൻ ചെയ്യുകയുണ്ടായി. സോ ആ സാറിൻ്റെ സെഷൻസ് എത്രമാത്രം നമ്മുടെ പ്ലെയേഴ്സിനൊരു ഊർജ്ജം നൽകുന്നതാണ്? തീർച്ചയായിട്ടും അവരുടെ സെഷൻസ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. കാരണം അവരുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നമ്മുടെ യങ്സ്റ്റേഴ്സിന് അത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയൊരു നേട്ടമാണ്. ഒരുപാട് ഇൻഫർമേഷൻ, നോളജ് കിട്ടുന്നുണ്ട് പുള്ളി വഴി. അതുപോലെ നമ്മുടെ ക്രിക്കറ്റിലെ പ്രൊഫസർ എന്നറിയപ്പെടുന്ന അശ്വിൻ സെഷനിൽ ജോയിൻ ചെയ്യുകയുണ്ടായി. അത്രയും ലെജൻഡറി ആയിട്ടൊരു ആളുടെ കൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എത്രമാത്രം നമുക്കൊരു പോസിറ്റീവ് വൈബാണ് ടീം ആസ് എ ടീം എന്നുള്ള രീതിയിൽ വരുന്നത്. വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയത് തന്നെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. 20-30 മിനിറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജസ്റ്റ് വിറ്റ്നസിങ് ദാറ്റ് പ്ലെയർ ഇറ്റ് സെൽഫ് ഈസ് എ ഗുഡ് ഫീലിംഗ് ഫോർ ഓൾ ദ പ്ലെയേഴ്സ്. പക്ഷേ അതിനേക്കാളും ഉപരി അവർ ഒരുപാട് ഇൻഫർമേഷൻ ആ ചെറിയ പീരീഡിൽ തന്നെ ഒരുപാട് ഇൻഫർമേഷൻ ഷെയർ ചെയ്തു. പിള്ളേരുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും തീർച്ചയായിട്ടും ഗ്രൗണ്ടിൽ ഹെൽപ്പ് ചെയ്യും. സാലി, നമുക്ക് ഇനി ഒരു ചെറിയൊരു റാപ്പിഡ് റൗണ്ടിലേക്ക് പോകാം. അതായത് നിങ്ങൾ റാപ്പിഡ് കുറച്ച് ചോദ്യം ചോദിക്കുക, അതിന് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്താൽ മതി. 1 ഡേ മാച്ചാണോ ടെസ്റ്റ് മാച്ചാണോ? 1 ഡേ. മമ്മൂക്ക ലാലേട്ടൻ? മമ്മൂക്ക. സഞ്ജു ജോസെ ബ്രോ, സഞ്ജു ജോസെ ടീംമേറ്റ്? ബ്രദർ. ക്യാപ്റ്റൻ കൂളാണോ ക്യാപ്റ്റൻ അഗ്രസീവ് ആണോ? അറിയില്ല, കണ്ടുപിടിക്കേണ്ടി വരും. ഇനി അത് കാണാൻ പോകുന്നുള്ളൂ. അതെ.